മോസ്റ്റ്, മോസ്റ്റ് ഓഫ്, മോസ്റ്റ്ലി ഇത് മൂന്നും ഉപയോഗിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാറില്ലേ? പലരും ഉപയോഗിച്ച് കേൾക്കുമ്പോൾ തോന്നാറില്ലേ ഇത് മൂന്നും ഒന്ന് തന്നെയാണോ എന്ന്? ആകെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ? ആ കൺഫ്യൂഷനൊക്കെ ഇന്ന് മാറ്റാം. മോസ്റ്റ്, മോസ്റ്റ്ലി ആൻഡ് മോസ്റ്റ് ഓഫ് ഇതിൻ്റെ മൂന്നിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. മെജോറിറ്റി എന്ന് പറയില്ലേ, ഒരു മോർ ദാൻ 50%, ആ മീനിങ്ങിൽ ഇത് മൂന്നും ഉപയോഗിക്കാം. പക്ഷേ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ മോസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു സ്ട്രക്ചറാണെങ്കിൽ മോസ്റ്റ് ഓഫ് ഉപയോഗിക്കുമ്പോൾ വേറൊരു സ്ട്രക്ചറാണ്. അതുപോലെ തന്നെയാണ് മോസ്റ്റ്ലി. മീനിങ് ഒന്നാണ് എങ്കിലും അതിൻ്റെ ഉപയോഗിക്കുന്ന സെൻറ്റൻസ് സ്ട്രക്ചർ വ്യത്യാസം ഉണ്ട്, ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റുകൾ വ്യത്യാസം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം മോസ്റ്റ് നോക്കാം. മോസ്റ്റ് പീപ്പിൾ, മെജോറിറ്റി എന്ന മീനിങ്ങിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ജനറലായിട്ടുള്ള കാര്യങ്ങൾക്ക്, ജനറലായിട്ടുള്ള ഒരു ഗ്രൂപ്പിന് ഒക്കെ മോസ്റ്റ് ഉപയോഗിക്കാം. മോസ്റ്റ് പീപ്പിൾ, മോസ്റ്റ് സ്റ്റുഡൻസ്, മോസ്റ്റ് ബാങ്ക്സ്, മോസ്റ്റ് ഓഫീസേഴ്സ്, മോസ്റ്റ് സ്കൂൾസ്, മോസ്റ്റ് ടീച്ചേഴ്സ്, അങ്ങനെ. അപ്പോൾ മോസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു നൗൺ ഉപയോഗിക്കാം. മോസ്റ്റ് പ്ലസ് നൗണാണ്, ഡയറക്റ്റായിട്ട് നൗണാണ് ഉപയോഗിക്കുന്നത്. ഈ നൗൺ നമുക്ക് പ്ലൂറൽ ആയിട്ടുള്ള കൗണ്ടബിൾ നൗൺസ്, അതാണ് മോസ്റ്റ് സ്റ്റുഡൻസ്, മോസ്റ്റ് ടീച്ചേഴ്സ്, മോസ്റ്റ് ഓഫീസേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ സിംഗുലറായിട്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ മോസ്റ്റ് ട്രാഫിക്, മോസ്റ്റ് ഇൻഫർമേഷൻ, മോസ്റ്റ് വാട്ടർ, മോസ്റ്റ് ടൈം എന്നൊക്കെ. മോസ്റ്റ് സ്റ്റുഡൻസ് ഹേറ്റ് ഗ്രൂപ്പ് പ്രോജക്ട്സ്, കൂടുതൽ ഒരുപാട്, അതായത് ജനറലായിട്ടൊരു കാര്യമാണ് പറയുന്നത്. മോസ്റ്റ് സ്റ്റുഡൻസ് കൂടുതൽ, മെജോറിറ്റി കുട്ടികളും എന്താണ്, മെജോറിറ്റി സ്റ്റുഡൻസും എന്താണ്, ഹെയ്റ്റ് ഗ്രൂപ്പ് പ്രോജക്ട്സ് അവർ വെറുക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മോസ്റ്റ് സ്റ്റുഡൻസ് അത് പ്ലൂറൽ കൗണ്ടബിൾ നൗണാണ്. മോസ്റ്റ് ഇൻഫർമേഷൻ ഓൺലൈൻ ഈസ് ഫ്രീ ബട്ട് നോട്ട് ഓൾ ഓഫ് ഇറ്റ് ഈസ് ട്രൂ. ബട്ട് നോട്ട് ഓൾ ഓഫ് ഇറ്റ് ഈസ് ട്രൂ, അതായത് ഒരുപാട് ഇൻഫർമേഷൻ, ഒരുപാട് വിവരങ്ങൾ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും സത്യമാവണം എന്നില്ല. അപ്പോൾ മോസ്റ്റ് ഇൻഫർമേഷൻ അത് അൺകൗണ്ടബിൾ നൗണാണ്. അപ്പോൾ മോസ്റ്റ് പ്ലസ് നൗൺ. ഇനി അടുത്ത് നോക്കേണ്ടത് മോസ്റ്റ് ഓഫ്. മോസ്റ്റ് ഓഫ് എന്ന് പറയുമ്പോഴും അതിൻ്റെ മീനിങ് മെജോറിറ്റി എന്ന് തന്നെയാണ്. പക്ഷേ ഒരു ജനറൽ ഗ്രൂപ്പിന് വേണ്ടിയിട്ടല്ല അത് ഉപയോഗിക്കുന്നത്, ഒരു സ്പെസിഫിക് ഗ്രൂപ്പിന് വേണ്ടി. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, ക്ലാസ്സിലെ മെജോറിറ്റി സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ഇൻ ദ സ്റ്റാഫ് റൂം, മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ്, മോസ്റ്റ് ഓഫ് കഴിഞ്ഞിട്ട് ദ ഉപയോഗിച്ചു. മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ഇൻ ദ സ്റ്റാഫ് റൂം, അപ്പോൾ സ്റ്റാഫ് റൂമിലുള്ള, അപ്പോൾ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനെ പറ്റിയല്ലേ പറയുന്നത്. പക്ഷേ മോസ്റ്റ് ഉപയോഗിച്ചപ്പോൾ അങ്ങനെയല്ല. പിന്നെ മോസ്റ്റ് ഓഫ് കഴിഞ്ഞിട്ട് ദ ഉപയോഗിച്ചു. ദ തന്നെ വേണമെന്നില്ല, മോസ്റ്റ് ഓഫ് ദീസ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നൗൺ. അതല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ്, നോക്കൂ മൈ എന്നുപയോഗിച്ചു. മോസ്റ്റ് ഓഫ് ഹിസ് നൈബേഴ്സ്, അദ്ദേഹത്തിൻ്റെ നൈബേഴ്സിൽ മെജോറിറ്റി ആളുകൾ. മോസ്റ്റ് ഓഫ് ഹിസ് നൈബേഴ്സ്, നോക്കൂ മോസ്റ്റ് ഓഫ് കഴിഞ്ഞിട്ട് ഹിസ് എന്നുപയോഗിച്ചു. അപ്പോൾ മൈ, ഹിസ്, ഹെർ, ദെയർ എന്നൊക്കെ മോസ്റ്റ് ഓഫ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കണം. ഇനി അതല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് അസ്, മോസ്റ്റ് ഓഫ് ദം, മോസ്റ്റ് ഓഫ് യു, അങ്ങനെയുള്ള പ്രോനൗൺസും ആകാം മോസ്റ്റ് ഓഫ് കഴിഞ്ഞിട്ട്. പക്ഷേ ഡയറക്റ്റായിട്ട് നൗൺ ഉപയോഗിക്കാൻ പാടില്ല. മോസ്റ്റ് സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത്, ഇവിടെ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എന്നാണ് വേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ മോസ്റ്റ് ഉപയോഗിക്കുന്നത് ജനറൽ ആയിട്ടുള്ള ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്, മോസ്റ്റ് ഓഫ് ഉപയോഗിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദിസ് റൂം ആർ മൈ ഫ്രണ്ട്സ്, ഈ റൂമിലുള്ള കുട്ടികളിൽ മെജോറിറ്റിയും എൻ്റെ ഫ്രണ്ട്സാണ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദിസ് റൂം ആർ മൈ ഫ്രണ്ട്സ്. മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ്, മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ്, നോക്കൂ മൈ ഉപയോഗിച്ചു. മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ആർ ഓൺലൈൻ ഫ്രണ്ട്സ്. മോസ്റ്റ് ഓഫ് ഹിസ് ക്ലോത്ത്സ് ആർ ബ്ലാക്ക്, അദ്ദേഹത്തിൻ്റെ ക്ലോത്ത്സിൽ, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളിൽ കൂടുതലും മെജോറിറ്റിയും എന്താണ്, ബ്ലാക്കാണ്. മോസ്റ്റ് ഓഫ് ഹിസ് ക്ലോത്ത്സ്, നോക്കൂ മോസ്റ്റ് ഓഫ് കഴിഞ്ഞിട്ട് ഹിസ് ഉപയോഗിച്ചില്ലേ. മോസ്റ്റ് ഓഫ് ദെയർ റിലേറ്റീവ്സ് ആസ്ക് അബൌട്ട് മൈ ജോബ്,
നോട്ട് മൈ ഹെൽത്ത്. നോട്ട് മൈ ഹെൽത്ത്. മോസ്റ്റ് ഓഫ് ദെയർ റിലേറ്റീവ്സ്, നോക്കൂ, ദെയർ, അവരുടെ എല്ലാ റിലേറ്റീവ്സും ചോദിക്കുന്നത് എൻ്റെ ജോബിനെ പറ്റിയാണ്, എൻ്റെ ഹെൽത്തിനെ പറ്റിയല്ല, എൻ്റെ ആരോഗ്യത്തെ പറ്റിയല്ല. മോസ്റ്റ് ഓഫ് ദെയർ റിലേറ്റീവ്സ് ആസ്ക് എബൌട്ട് മൈ ജോബ്, നോട്ട് മൈ ഹെൽത്ത്. ഇവിടെ മോസ്റ്റ് ഓഫ് ദെയർ റിലേറ്റീവ്സ് എന്ന് ഉപയോഗിച്ചു. മോസ്റ്റ് ഓഫ് കഴിഞ്ഞിട്ട് ദെയർ എന്ന് ഉപയോഗിച്ചു. മോസ്റ്റ് ഓഫ് കഴിഞ്ഞിട്ട് ദെയർ, ഹിസ്, ഹെർ എന്നൊക്കെ ഉപയോഗിക്കാം. മോസ്റ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ആവശ്യമില്ല, ഡയറക്റ്റ് നൗൺ ഉപയോഗിക്കാം. അത് ഓർത്തിരിക്കുക. അപ്പോൾ അത് രണ്ടും ക്ലിയർ ആയില്ലേ, മോസ്റ്റ് ആൻഡ് മോസ്റ്റ് ഓഫ്. ഇനി അടുത്തത് ഒരു വാക്ക് കൂടിയുണ്ട്, മോസ്റ്റ്ലി. ഇതിൻ്റെ ഉപയോഗം വളരെ ഡിഫറൻ്റാണ്. മോസ്റ്റ്ലി എന്ന് പറയുന്നത് മെജോറിറ്റി എന്ന് തന്നെയാണ് മീനിങ്. അതല്ലെങ്കിൽ മെയിൻലി, യൂഷ്വലി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഇത് ഒരു ആഡ്വേർബ് ആണ്. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്രീക്വൻസി കാണിക്കാൻ, എത്ര പ്രാവശ്യം, എത്ര തവണ ചെയ്തു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കാണിക്കാനാണ് കൂടുതലായിട്ടും മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത്. ഐ മോസ്റ്റ്ലി വേക്കപ്പ് ഏർലി. ഞാൻ സാധാരണയായിട്ട് അല്ലെങ്കിൽ കൂടുതലും ഞാൻ രാവിലെ അല്ലെങ്കിൽ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഐ മോസ്റ്റ്ലി വേക്കപ്പ് ഏർലി. ഹീ ഈസ് മോസ്റ്റ്ലി ഫ്രീ ഓൺ വീക്കെൻഡ്സ്. ഹീ ഈസ് മോസ്റ്റ്ലി ഫ്രീ ഓൺ വീക്കെൻഡ്സ്. വീക്കെൻഡ്സിലൊക്കെ മിക്കവാറും കൂടുതലും ഫ്രീ തന്നെയാണ് അദ്ദേഹം. ദ വെദർ ദിസ് വീക്ക് വിൽ ബി മോസ്റ്റ്ലി സണ്ണി. കൂടുതലും അങ്ങനെ ഒരു സണ്ണി ആയിട്ടുള്ള ഒരു വെതറാണ് ഈ വീക്കിൽ മുഴുവൻ എന്ന അർത്ഥത്തിൽ. മുഴുവനല്ല, മെജോറിറ്റി. അപ്പോൾ ഒന്നുകൂടി പറയാം, മോസ്റ്റ് ഉപയോഗിക്കുന്നത് ജനറലായിട്ടുള്ള ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. മോസ്റ്റ് പ്ലസ് നൗൺ, ഡയറക്റ്റായിട്ട് നൗൺ ഉപയോഗിക്കാം. മോസ്റ്റ് ഓഫ് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് മെജോറിറ്റി തന്നെയാണ് മീനിങ്, പക്ഷേ അത് സ്പെസിഫിക് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മോസ്റ്റ് ഓഫ് കഴിഞ്ഞിട്ട് ദ, ദീസ്, അതല്ലെങ്കിൽ മൈ, ഹിസ്, ഹെർ, ദെയർ, അതല്ലെങ്കിൽ ചില പ്രോനൗൺസ് അസ്, യു, ദം എന്നൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നൗൺ ഉപയോഗിക്കാൻ. മോസ്റ്റ്ലി ആണെങ്കിൽ ആഡ്വേർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മീനിങ് മെയിൻലി, യൂഷ്വലി എന്നൊക്കെ മീനിങ് ആണ്. അവിടെ ബ്ലാങ്ക്, പീപ്പിൾ ലൈക്ക് കേക്ക്, അവിടെ എന്താണ് വേണ്ടത്? മോസ്റ്റ് ആണോ, മോസ്റ്റ് ഓഫ് ആണോ, മോസ്റ്റ്ലി ആണോ? ശ്രദ്ധിക്കുക, ബ്ലാങ്ക് കഴിഞ്ഞിട്ട് പീപ്പിൾ, ഡയറക്റ്റായിട്ട് നൗൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് പീപ്പിൾ, അത് ജനറലായിട്ടൊരു കാര്യമാണ് പറയുന്നത്. ബ്ലാങ്ക് ദ കേക്ക് വാസ് ഈറ്റൺ. ബ്ലാങ്ക് കഴിഞ്ഞിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ദ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ എന്താ വേണ്ടത്? മോസ്റ്റ് ഓഫ് ദ കേക്ക് വാസ് ഈറ്റൺ. കൂടുതൽ, മെജോറിറ്റി കേക്കും കഴിച്ചു എന്നതാണ്. അപ്പോൾ വേറൊന്ന്, ബ്ലാങ്ക് പീപ്പിൾ ഇൻ കേരള സ്പീക്ക് മലയാളം. ബ്ലാങ്ക് പീപ്പിൾ ഇൻ കേരള, അവിടെ മോസ്റ്റ് പീപ്പിൾ. ഇനി വേറൊന്ന്, ബ്ലാങ്ക് ദ പീപ്പിൾ ഇൻ മൈ ഓഫീസ് ആർ ഫ്രം കൊച്ചി. എൻ്റെ ഓഫീസിലുള്ള ആളുകളിൽ മെജോറിറ്റിയും കൊച്ചിയിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ദ എന്നാണ് വന്നിരിക്കുന്നത്. ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് വേണ്ടത് എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഒരു സെൻറ്റൻസ് കൂടിയുണ്ട്, അതിൻ്റെയും ആൻസർ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഷീ ഈസ് ബ്ലാങ്ക് quiet during meetings but speaks up when needed. ഇവിടെ എന്താണ് വേണ്ടതെന്നും മറക്കാതെ എഴുതുക.